ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തോണ്ടേക്കിൻ്റെ തിയറി ഓഫ് കണക്ഷനിസമാണ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെങ്കിൽ സംബന്ധ സിദ്ധാന്തം, അതുമല്ലെങ്കിലോ ശ്രമ പരാജയ സിദ്ധാന്തം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തോണ്ടേക്കിൻ്റെ എന്താണ് കണക്ഷനിസം അല്ലെങ്കിൽ എന്താണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ലേണിംഗ് തിയറികളും 5 സബോർഡിനേറ്റ്സ് ലോസും നമുക്ക് നോക്കണം. ദെൻ നമുക്ക് ഈ ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സാണ്. അത് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും കൂടി ഡിസ്കസ് ചെയ്യാം. തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് സംബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അല്ലേ. വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം എന്ന് പറയുന്ന ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടതാണ് തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ തിയറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എന്താണ് ബിഹേവിയറിസം ജസ്റ്റ് ഒന്ന് നോക്കാം. JB വാട്സൺ ആണ് ബിഹേവിയറിസം എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ബിഹേവിയറിസം എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് ബിഹേവിയറിസം? JB വാട്സൺ ആണ്. ദെൻ തിയറി എന്താണെന്ന് നോക്കാം കേട്ടോ. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ തിയറി that the human or animal behavior can be accurately studied only through the examination and analysis of objectively observable and quantifiable behavior events in contrast with the subjective mental states. എങ്ങനെ പറഞ്ഞേക്കുന്നത്? ഇൻ കോൺട്രാക്ട് വിത്ത് സബ്ജക്റ്റീവ് മെൻ്റൽ സ്റ്റേറ്റ്സ്. അത് മാനസികാവസ്ഥയെ കൃത്യമായിട്ട് നമുക്ക് അളക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം മൈൻഡിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് ബിഹേവിയറിസ്റ്റുകൾ വ്യവഹാരത്തെ അല്ലെങ്കിൽ ബിഹേവിയറിനെ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ദെൻ ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ബിഹേവിയർ വ്യവഹാരത്തെ കൃത്യമായി പഠിക്കുന്നു. എങ്ങനെ? വസ്തുനിഷ്ഠമായി നിരീക്ഷിച്ചും അളന്നും പെരുമാറ്റത്തെ കൃത്യമായി പരിശോധനയിലൂടെയും വിശകലനത്തിലൂടെയും പഠിക്കുന്നു. Behaviorism is only concerned with observable stimulus and response behaviors as they can be studied in a systematic and observable manner. ഇവിടെ ബിഹേവിയറിസം എന്ന് പറയുന്നത് എന്താണ്? കൺസേൺ വിത്ത് ഒബ്സർവബിൾ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ബിഹേവിയർ, നിരീക്ഷിക്കാവുന്ന ചോദക പ്രതികരണവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ബിഹേവിയറിസം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദക പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ടാണ്. ദെൻ ലേണിംഗ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റിൻ്റെ ആശയത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഈ സ്റ്റിമുലസും റെസ്പോൺസും ചോദകവും പ്രതികരണവും തമ്മിലുള്ള ഈ കണക്ഷനെയാണ് എന്ത്? കണക്ഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത്. ദെൻ ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 തിയറികളാണുള്ളത്. ഒന്ന് തോണ്ടേക്കിൻ്റെ തിയറി ഓഫ് കണക്ഷനിസം, അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ പാവലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും സ്കിന്നറിൻ്റെ തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ആ തിയറിയും ഡിസ്കസ് ചെയ്യും കേട്ടോ. തോണ്ടേക്കിൻ്റെ തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ഇത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷണത്തിലൂടെയാണ്. അതിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പൂച്ചയാണ്, നന്നായി വിശന്നിരിക്കുന്ന ഒരു പൂച്ച. അദ്ദേഹം പൂച്ചയെ ഒരു പസിൽ ബോക്സിലാക്കി പുറത്തൊരു പാത്രത്തിൽ ഒരു മീൻ കഷ്ണം വെച്ചു. നന്നായി വിശന്നിരിക്കുന്ന പൂച്ച ആയതുകൊണ്ട് തന്നെ ഈ മീൻ കഷ്ണത്തിൻ്റെ മണം ലഭിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ മീൻ കഷ്ണം കണ്ടപ്പോഴത്തേക്കും കൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് ചാടാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ തുടങ്ങി. അങ്ങനെ ഈ ബോക്സിനകത്ത് നിന്ന് പല രീതിയിൽ ഓടി നടക്കുന്നു, കാണുന്നിടത്തെല്ലാം മാന്തിയും കടിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് ഒരു ലിവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഈ ലിവറിൽ തട്ടുന്നത് അന്നേരം പൂച്ചയ്ക്ക് വാതിൽ ഓപ്പൺ ആയിട്ട് പൂച്ചയ്ക്ക് പുറത്ത് കിടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ പലതവണ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ പൂച്ച അറിയാണ്ട് തന്നെ ഈ ലിവറിൽ പിടിച്ചു വലിക്കുകയും അങ്ങനെ ഡോർ ഓപ്പൺ ആകുകയും ചെയ്തു. പിന്നെയും അദ്ദേഹം ആണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോഴൊക്കെയും പൂച്ച ഇങ്ങനെ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് ഒടുവിൽ ഈ ലിവറിൽ തട്ടുകയും പുറത്തു വന്ന് മീൻ കഷ്ണം എടുക്കുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ ഈ പെട്ടെന്ന് തന്നെ പൂച്ച പുറത്ത് വരാനായിട്ട് തുടങ്ങി. അതായത് പൂച്ചയ്ക്ക് മനസ്സിലായി ഈ ലിവറിൽ അമർത്തുമ്പോഴാണ് ഡോർ ഓപ്പൺ ആകുന്നതെന്നുള്ള മനസ്സിലാക്കുകയും പിന്നെ നേരിട്ട് തന്നെ ഈ ലിവർ ഉപയോഗിച്ച് വാതിൽ തുറക്കുകയും ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? പരിശ്രമമല്ലേ, പല തവണ പരിശ്രമിച്ച് അതേതാണെന്ന് പൂച്ച കണ്ടെത്തി. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ശരിയായ ചലനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുക ചെയ്യുന്നത്. അപ്പോൾ പല തവണ നോക്കിയപ്പോഴത്തേക്കും ഓരോ തവണ തെറ്റാണെന്ന് തോന്നിയ ആ ഒരു ശ്രമങ്ങളൊക്കെ, ആ ട്രയലൊക്കെ പൂച്ച പതുക്കെ മാറ്റി വെച്ചാൽ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയായ ചലനങ്ങൾ
സ്വീകരിച്ചു. പെട്ടെന്ന് തന്നെ അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഇതിനെയാണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്. തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനെ SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് പറയാറുണ്ട്. SR റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാലാണ് സ്റ്റിമുലസ് റെസ്പോൺസ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന്. അതായത് ഈ എക്സ്പെരിമെൻറ്റിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? എന്തോ ഒരു സ്റ്റിമുലസ് കിട്ടിയപ്പോഴാണ് പൂച്ച റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. മീനിൻ്റെ മനം കിട്ടിയപ്പോഴാണ് പൂച്ച പലതരത്തിലുള്ള ശ്രമങ്ങൾ തുടങ്ങി, എങ്ങനെയെങ്കിലുമൊക്കെ ഈ വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ശ്രമത്തിൻ്റെ ഫലമായിട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഒരു സ്റ്റിമുലസ് കൂടെ കിട്ടുന്നുണ്ട്. ആ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? ഒന്നിലെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ റിവാർഡിൻ്റെ രൂപത്തിലാണ്. അതായത് ആദ്യം പൂച്ചയ്ക്ക് സ്മെല്ല് കിട്ടുന്നു, സ്മെല്ല് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പൂച്ച എങ്ങനെയെങ്കിലുമൊക്കെ പൂച്ച അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ആ മീൻ കിട്ടുന്നു. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? SR റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിയറി ഓഫ് കണക്ഷനിസം എന്ന് പറയുന്ന ഇതൊരു കണക്ഷനെ പറ്റിയാണല്ലേ പറയുന്നത്. എന്ത് തമ്മിലുള്ള? ചോദകവും പ്രതികരണവും തമ്മിലുള്ള, അല്ലെങ്കിൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഈ തിയറിയെ തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നു. Trial and error learning is a method of learning in which various responses are tentatively tried and some discarded until a solution is attained. വിവിധ ശ്രമങ്ങൾ നടത്തൂല്ലേ, വിവിധ പ്രതികരണങ്ങൾ താൽക്കാലികമായി പരീക്ഷിക്കുന്നു, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നു. അപ്പോൾ ആ ശ്രമത്തിൽ ഏതെങ്കിലുമൊക്കെ വിജയിക്കുന്നു, അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ നമ്മൾ പരാജയപ്പെട്ടതൊക്കെ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടിട്ട് സെറ്റിനോ നെറ്റിനോ ഒക്കെ പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ ആദ്യം നമ്മൾ എന്നെ ചെയ്യും? തിയറിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേക്കാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടി പിടിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു ടെക്സ്റ്റൊക്കെ മേടിച്ചിട്ട് പഠിച്ചു നോക്കിയാൽ മതി എന്ന് തോന്നും. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കും. അങ്ങനെ ഏറ്റവും അവസാനം എന്താ നമുക്ക് മനസ്സിലാവും, ഒരു തവണ പരീക്ഷ എഴുതി കിട്ടാത്തവരും അല്ലെങ്കിൽ രണ്ടാമത്തെ പരീക്ഷ എഴുതി കിട്ടാത്തവരും നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ, ഓരോ തിയറിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണമെന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ച് കഴിഞ്ഞ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ വിജയിക്കൂലേ. അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ പല രീതിയിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഏതാണോ വിജയിക്കുന്നത് നമ്മൾ പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. Then this is a process of elimination of incorrect responses for the establishment of correct responses on each trial. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ഉപേക്ഷിക്കൂ അല്ലേ, എന്നിട്ട് ശരിയായ പ്രവൃത്തികളെ നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചില രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് കുളമായി പോകാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യും? അത് ശരിയാവാത്തൊക്കെ നമ്മൾ പതുക്കെ ഉപേക്ഷിച്ച് വരും. പിന്നെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയതൊക്കെ 1-2 തവണയും കൂടെ ട്രൈ ചെയ്ത് നോക്കിയില്ല ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സ്വീകരിക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് സ്വീകരിക്കുന്നത്? ഫുഡ് ചില ചിക്കൻ കഴിച്ച് കഴിയുമ്പം ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ പേരൻസോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ പറയും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിച്ച് ഫുഡ് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടുന്നു. അപ്പോൾ നമ്മളത് പിന്നെയും ആ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത്. Learning is the stamping in of the correct responses and stamping out of the incorrect responses through a process of trial and error. അപ്പോൾ പല ശ്രമ പരാജയങ്ങളിലൂടെ നമ്മൾ കറക്റ്റ് റെസ്പോൺസിനെ നമ്മുടെ കൂടെ തന്നെ നമ്മളോട് ചേർത്ത് നിർത്തുന്നു. അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിനെ നമ്മൾ പതുക്കെ എലിമിനേറ്റ് ചെയ്യുന്നു, അത് വേണ്ടാന്ന് വെക്കുന്നു നമ്മളിന്ന്. അങ്ങനെ തന്നെ ഇതിനെയാണ് ഈ രീതിയിൽ നടക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം തൻ്റെ തിയറിയിലൂടെ 3 പഠന നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം. അടുത്ത ലോ ഓഫ് എക്സസൈസ്, അഭ്യസ നിയമം. അതിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ലോ ഓഫ് യൂസ് എന്നും ലോ ഓഫ് ഡിസ്യൂസ് എന്നും, പ്രയോഗ നിയമം എന്നും പ്രയോഗരഹിത നിയമം എന്നും. പിന്നെ 3ാമത്തെ തിയറി ഏതാണ്? ദ ലോ ഓഫ് എഫക്റ്റ്, ഫല നിയമം. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ലോസ് എന്നൊക്കെയാണ് നോക്കാം അല്ലേ. ആദ്യത്തെ ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം. The law states that when a conduction unit is ready to conduct, for it to do so is satisfying. When a conduction unit is not ready to conduct, for it to conduct is annoying. When a conduction unit is ready to conduct, not to conduct is also annoying. ഒരു ചാലക യൂണിറ്റ് നടത്താൻ തയ്യാറാകുമ്പോൾ അത് ചെയ്യുന്നത് തൃപ്തികരമാണ്.
ഒരു ചാലക യൂണിറ്റ് നടത്താൻ തയ്യാറാകാത്തപ്പോൾ അത് നടത്തുന്നത് ശല്യപ്പെടുത്തുകയാണ്. ഒരു ചാലക യൂണിറ്റ് നടത്താൻ തയ്യാറാകുമ്പോൾ നടത്താതിരിക്കുന്നത് ശല്യപ്പെടുത്തലാണ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് അല്ലേ ശല്യം ചെയ്യുന്നത്. ഒന്നിലെ കുട്ടി പഠിക്കാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടി ഇപ്പം മാത്സ് പീരീഡ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ മാത്സ് പഠിക്കാൻ മാനസികമായി തയ്യാറായിട്ടിരിക്കുന്ന സമയത്ത് ഓടി വന്ന് ഇംഗ്ലീഷ് ടീച്ചർ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിത്തം പൂർത്തിയാകുമോ? ഇല്ല. അപ്പം എന്തിനാണോ കുട്ടി സന്നദ്ധരായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണോ കുട്ടി റെഡി ആയിരിക്കുന്നത്, താല്പര്യമുള്ളത്, അതായിരിക്കണം നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഒരു കുട്ടി പഠിക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് കൃത്യമായി പഠനം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് തൃപ്തികരമായിരിക്കും, കുട്ടിക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു കുട്ടി എപ്പോഴാണോ പഠിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്, അതായത് കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് അടുത്തൊരു അന്തരീക്ഷം കൊണ്ടൊക്കെ കുട്ടിക്കൊരു താല്പര്യമില്ലെങ്കിൽ, ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരിക്കലും പഠിപ്പിക്കാനായിട്ട് പാടില്ല. അപ്പോൾ കുട്ടി പഠിക്കാൻ റെഡിയായിരിക്കുന്ന സമയത്ത് മാത്രം വേണം നമ്മൾ പഠനം നൽകേണ്ടത്. കുട്ടി പഠിക്കാൻ റെഡി അല്ലാത്ത സമയത്തോ, അതുപോലെ തന്നെ കുട്ടി റെഡി ആയിരിക്കുന്ന സമയത്ത്, പഠിച്ചേക്കാന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പഠനം കൊടുക്കാതിരിക്കുന്നതും എന്താണ്, കുട്ടിയെ ശല്യപ്പെടുത്തുന്നതിന് പോലെയല്ലേ. കുട്ടിയിൽ പഠനം നടക്കുന്നുണ്ടെന്നാരം അപ്പം പഠനം നടക്കുന്നില്ല. അപ്പം ലോ ഓഫ് റെഡിനെസ് പറയുന്ന എന്നാ, സന്നദ്ധതാ നിയമം പേര് പറയുന്ന പോലെ തന്നെ സന്നദ്ധനായിരിക്കുന്ന സമയത്ത്, താല്പര്യമുള്ള സമയത്ത് കുട്ടികൾക്ക് നമ്മൾ പഠനം നൽകണം. രണ്ടാമത്തെ ലോ ഏതാണ്? ദ ലോ ഓഫ് എഫക്റ്റ്, ഫലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്ന് പറയും. ഫലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം. When a modifiable connection between stimulus and response is made and is accompanied by a satisfying state of affair, that connection strength is increased. When it is accompanied by an annoying state of affair, its strength is decreased. അപ്പോൾ തൃപ്തികരമായിട്ടുള്ള സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ് ഓഫ് അഫെയർ ആണെങ്കിൽ, തൃപ്തികരമായ സാഹചര്യമാണെങ്കിൽ, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യൂലേ, കൂടും. അതുപോലെ തന്നെ അനോയിങ് സ്റ്റേറ്റ് ഓഫ് അഫെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയെ ശല്യം ചെയ്യുകയാണെങ്കിൽ, കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു റിസൾട്ട് ആണെങ്കിൽ ഈ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം പതുക്കെ പതുക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വിജയകരമായ പ്രകടനത്തിന് കുട്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ, അനുയോജ്യമായ സമ്മാനമോ പ്രശംസയോ നൽകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെയും കുട്ടിക്ക് അത് ചെയ്യാനായിട്ട് തോന്നും അല്ലേ. അപ്പം അങ്ങ് കുട്ടി പിന്നെയും ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ, അല്ലെങ്കിൽ ചോദകവും പ്രതികരണവും തമ്മിൽ ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടാക്കുന്നു. അത് കുട്ടിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറുന്നു. കുട്ടി അത് കൃത്യമായി പഠിക്കുന്നു. എന്നാൽ അംഗീകരിക്കാനാവാത്ത ഒരു പ്രകടനമാണെങ്കിലോ, നമ്മൾ അതിനെ ദുർബലപ്പെടുത്തണം. എങ്ങനെ? ഈ സ്റ്റിമുലസും റെസ്പോൺസിനും തമ്മിലുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തണം. എങ്ങനെ നമുക്ക് ദുർബലപ്പെടുത്താൻ പറ്റും? ചെറിയ ശാസനയോ വഴക്കോ അല്ലെങ്കിൽ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാകും ഇത് ഉപേക്ഷിക്കണം, ഇത് തമ്മിലുള്ള ബന്ധം അല്ല, ഇത് ശരിയാകുകയല്ലെന്ന് കുട്ടിക്ക് മനസ്സിലാകും. അപ്പോൾ കുട്ടി പതുക്കെ പതുക്കെ ഈ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ, ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം പതുക്കെ പതുക്കെ ഇല്ലാതാകുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ആ ചീത്തയായിട്ടുള്ള ശീലങ്ങൾ കുട്ടികളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോദക പ്രതികരണം തമ്മിൽ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ, ഈ ഒരു ബന്ധം, ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു പ്രതികരണം ഉണ്ടാകണം. അപ്പോൾ വിജയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അതാണ് ഫലനിയമത്തിൽ പറയുന്നത്. ലോ ഓഫ് എക്സസൈസ്, അഭ്യാസ നിയമം. ദ സ്ട്രെങ്തനിങ് ഓഫ് SR കണക്ഷൻ വിത്ത് പ്രാക്ടീസ് ആൻഡ് their weakening when the practice is not continued. തുടർച്ചയായ പരിശീലനം നടക്കുമ്പോൾ ചോദക പ്രതികരണ ബന്ധം ശക്തിപ്പെടുന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നല്ല ഓടുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ആ കുട്ടിക്ക് കൂടുതലായിട്ട് ഓടാനായിട്ട് പറ്റുന്നു, അതിൻ്റെ കപ്പാസിറ്റി കൂടുതലായിട്ട് വരുന്നു. ആ സമയത്ത് പരിശീലനം തുടരാതിരുന്നാലോ അവ ദുർബലപ്പെടുകയും ചെയ്യുന്നു. അതുതന്നെയാണ് കേട്ടോ ലോ ഓഫ് യൂസിലും ഡിസ്യൂസിലും പറയുന്നത്. പ്രയോഗ നിയമം, പ്രയോഗരാഹിത്യ നിയമം. വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ്, ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് അതർ തിങ്സ് ബീങ് ഈക്വൽ ആൻഡ് ഇൻക്രീസ്ഡ്. ഈ സ്റ്റിമുലസും റെസ്പോൺസുമായിട്ടുള്ള ആ ബന്ധം അത് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷൻ നമ്മൾ എന്താ പറയുക, നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തമ്മിലുള്ള ബന്ധം ഒന്നിലെ ആ ഒരു അവസ്ഥയെ തുടരുകയും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കോച്ചിങ്ങിനൊക്കെ പോവുകയാണ്, ഇപ്പോൾ നെറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മളത് നമ്മൾ ആ പഠനം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ഓർത്തിരിക്കില്ല, നമ്മുടെ പഠനത്തിന് കാരണമാകും. അതുപോലെ തന്നെ വെൻ എ മോഡിഫയബിൾ കണക്ഷൻ ഈസ് നോട്ട് മെയ്ഡ് ബിറ്റ്വീൻ എ സിറ്റുവേഷൻ ആൻഡ് റെസ്പോൺസ് ഡ്യൂറിങ് എ ലെങ്ത് ഓഫ് ടൈം, ദാറ്റ് കണക്ഷൻ സ്ട്രെങ്ത് ഈസ് ഡിക്രീസ്ഡ്. അപ്പോൾ കുറേ നാളത്തേക്ക്, ഒരു പീരിയഡ് ഓഫ് ടൈമിലേക്ക് നമ്മളിത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
അത് തമ്മിലുള്ള കണക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നെറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകാൻ നേരത്ത് നമ്മൾ കുറേ നാളുകൾ പഠിച്ചു, അത് കഴിഞ്ഞ് ഒരു 1-2 മാസമായിട്ട് അതിൻ്റെ ടച്ച് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ മറന്നു പോകൂലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തൊട്ട് വീണ്ടും പഠിക്കേണ്ടി വരും. അപ്പോൾ എന്നാ ചെയ്യണം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ ഇദ്ദേഹം പറയുന്നത്. തോണ്ടേക്കിൻ്റെ പ്രധാനപ്പെട്ട 3 ലേണിംഗ് തിയറീസാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് 5 സബോർഡിനേറ്റ് ലോസ് കൂടിയുണ്ട്. ആദ്യത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ബഹുവിധ പ്രതികരണ നിയമം. അതായത് ഒരു ന്യൂ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ലേണിംഗ് സിറ്റുവേഷനിൽ കുട്ടി കറക്റ്റ് റെസ്പോൺസിൽ എത്തുന്നതിന് മുമ്പ് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ശ്രമിച്ചു നോക്കൂ അല്ലേ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ പല രീതിയിൽ ശ്രമിച്ചിട്ടാണ് കുട്ടിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിനെയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് ആറ്റിറ്റ്യൂഡാണ്, മനോഭാവ നിയമം. ഒരു കുട്ടിയുടെ പഠനം അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് കുട്ടിയുടെ മനോഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് പറ്റും. ആ സമയത്ത് കുട്ടിക്ക് ഡാൻസ് കളിക്കുമ്പോൾ ശരിയാകില്ല എന്നൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പഠിപ്പിച്ചെടുക്കുക പറയുന്നത് ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അദ്ദേഹം ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവ നിയമത്തിൽ പറയുന്നത്. ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്, ഘടകങ്ങളുടെ പ്രഭാവ നിയമം. ഇവിടെ ഓരോ സന്ദർഭത്തെയും കുട്ടി വിശകലനം ചെയ്ത് ഘടകങ്ങളാക്കി സ്വന്തം രീതിയിൽ മനസ്സിലാക്കുന്നു, സ്വയം ഇൻസൈറ്റ് ഉപയോഗിച്ച് സ്വന്തം രീതിയിൽ പഠിക്കുന്നു. ഇപ്പം ഇവിടെ കുട്ടിയുടേതായ ഒരു ശൈലി രൂപീകരിച്ച് കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. then അടുത്തതെന്ന് പറയുന്നത് ലോ ഓഫ് റെസ്പോൺസ് ഓഫ് അനലോഗി, സദൃശ്യ നിയമം. ഒരു പുതിയ സിറ്റുവേഷനോട് കുട്ടി ഇതിനു മുമ്പ് ആ ഒരു സിറ്റുവേഷനിൽ സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് എന്ന് മനസ്സിലാക്കി അന്ന് ഉപയോഗിച്ച അതേ രീതി തന്നെ ആ ഒരു പുതിയ സിറ്റുവേഷനിലും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് നോക്കുന്നു. അതിനെയാണ് സദൃശ്യ നിയമം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, സംയോജിത വ്യതിയാന നിയമം. ഒരു പുതിയ സന്ദർഭം അല്ലെങ്കിൽ ഒരു പുതിയ പഠന സന്ദർഭം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരിചയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള അതുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സംയോജിത വ്യതിയാന നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് തോണ്ടേക്കിൻ്റെ കണക്ഷനിസം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ലേണിങ്ങിൽ, പഠന പ്രക്രിയയിൽ മോട്ടിവേഷൻ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഠനം നടക്കുന്ന സമയത്ത് കുട്ടികൾ മെൻ്റലി റെഡി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മീനിങ് പ്രാക്ടീസ് കൊടുക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ റെഡി ആയിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പഠന പ്രക്രിയ നടത്തേണ്ടത്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ പ്രോത്സാഹനം നൽകുന്നതിനൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുത്താണ് അദ്ദേഹത്തെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ ദ ലോ ഓഫ് റെഡിനെസ്സിനകത്ത് പറയുന്നത് ടീച്ചർ ഷുഡ് പ്രിപ്പയർ ദ മൈൻഡ് ഓഫ് ദി സ്റ്റുഡൻസ്. അത് നമ്മളൊരു നോളജ് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ അത് പഠിക്കാനായിട്ട് അവരുടെ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ലോയേഴ്സ് റെഡിനെസ്സിനെ തന്നെ സന്നദ്ധത നിയമത്തിനകത്ത് പറയുന്നുണ്ട്, കുട്ടികൾ എപ്പോഴാണോ സന്നദ്ധരായിരിക്കുന്നത്, താല്പര്യം ഉണ്ടായിരിക്കുന്നത്, ആ സമയത്ത് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടികളെ സന്നദ്ധരാക്കുന്നത്? ടീച്ചർ ക്ലാസ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ മൈൻഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം അല്ലേ. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ മോർ ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി ഗിവൺ ടു ദ ലേണേഴ്സ് ടു യൂസ് ആൻഡ് റിപ്പീറ്റ് ദ നോളജ്. അപ്പോൾ വീണ്ടും അവർക്ക് കിട്ടിയിട്ടുള്ള നോളജിനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണതിൻ്റെ, അത് ഉപയോഗിക്കാനും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിൻ്റെയും അതിനു വേണ്ടിയിട്ടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഈ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then to maintain learned connection for a long time, review of learned material is necessary. അതായത് കുറേ നാളത്തേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നാളത്തേക്ക് ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിച്ച കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. Then more opportunity should he provided to the students to use and repeat the experience. അപ്പോൾ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഒക്കെ വീണ്ടും ഉപയോഗിക്കാനും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. Then the law of effectil അദ്ദേഹം പറയുന്നുണ്ട്, the importance of motivation and റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ലേണിംഗ്. ഇപ്പോൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ലോ ഓഫ് എഫക്റ്റിൻ്റെ അതും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ വൺ സിറ്റുവേഷൻ ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദി ലേണിംഗ്. പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പം എന്താ പറയുക, പഠന പ്രക്രിയയിലൊക്കെ നമ്മൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് വേണം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ നിന്ന് അദ്ദേഹം നമ്മളോട് അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തോണ്ടേക്കിൻ്റെ തിയറി ഓഫ് കണക്ഷനിസം അല്ലെങ്കിൽ അനുബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ എന്താ പറയുക ശ്രമ പരാജയ സിദ്ധാന്തം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. 3 പ്രധാനപ്പെട്ട ലോയും 5 സബോർഡിനേറ്റ് ലോസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2-ൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ പാർട്ട് 2 കണ്ട് നിങ്ങൾക്ക് തിയറിയൊക്കെ മനസ്സിലായോ എന്ന കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യണം. തോണ്ടേക്കിൻ്റെ തിയറിയായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ കാറ്റഗറി 2-ൽ പാർട്ട് 1 സൈക്കോളജിക്ക് അത് നവംബർ 2019 ചോദിച്ച ചോദ്യമാണ്. ഒരു കായിക നൈപുണ്യം ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏതാണ്? കായിക നൈപുണ്യം എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലേ, ശ്രമ പരാജയ സിദ്ധാന്തം. കാരണം ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നതും അതിൻ്റെ അകത്താണ് പറയുന്നത്, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ദെൻ അടുത്തത് കാറ്റഗറി 1-ൽ പാർട്ട് 1-ൽ സൈക്കോളജിയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫെബ്രുവരി 2019 ചോദിച്ചിട്ടുള്ള വിജയത്തേക്കാൾ വിജയിക്കുന്ന മറ്റൊന്നില്ല. തോണ്ടേക്കിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട? വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. എന്തുവേടാ? സന്നദ്ധ നിയമമാണോ? സന്നദ്ധ നിയമം എന്നാ? സന്നദ്ധതയും താല്പര്യവും പറയുന്നതാണല്ലേ സന്നദ്ധത നിയമം. പരിണാമ നിയമം എന്ന് പറയുന്നത് ഏതാണ്? ഫലനിയമമാണ് കേട്ടോ, ഫലനിയമം. അവിടെ ബലം എന്നാ? ബലം, നല്ല ബലം കിട്ടിയാലേ അവർ വീണ്ടും അത് ചെയ്യുള്ളൂ. അപ്പോൾ വിജയത്തെ പോലെ വിജയം കിട്ടിയാലേ, അപ്പം വിജയത്തിന് മറ്റൊരു വിജയം പ്രതിഫലമായിട്ട് ഉണ്ടാവണം. അതുകൊണ്ടാണ് അതിൽ ഏതാ ഉത്തരം വരുന്നത്? പരിണാമ നിയമം അല്ലെങ്കിൽ ഫലനിയമം എന്ന് പറയുന്നത്. കേറ്റന്റിൻ്റെ കാറ്റഗറി 2 പാർട്ട് 1-ൽ ഫെബ്രുവരി 2019 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ശ്രമ പരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നതെന്നോ? പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ബൈ ചാൻസിലാണ് ലേണിംഗ് നടക്കുന്നതെന്ന് പറയുന്നുണ്ടോ? ഇല്ല അല്ലേ. ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കും ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. ക്ലിയർ ആയോ? ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കും ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. ട്രയൽ ആൻഡ് എറർ അല്ലേ. ദെൻ വ്യക്തി വിജയത്തിൽ എത്തുന്നത് സാവധാനമാണ്, പതുക്കെ പതുക്കെയാണ് വിജയത്തിൽ എത്തുന്നത്. അങ്ങനെ എവിടെയും പറയുന്നുണ്ടോ? ഇല്ല അല്ലേ. മുകളിൽ പറഞ്ഞതെല്ലാം അതും തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ധാരാളം പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കും ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. ദെൻ കാറ്റഗറി 3-ൽ പാർട്ട് 1-ൽ ചോദിച്ചാണ്, നവംബർ 2019 തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. വൺ ഷുഡ് ഹാവ് കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺ ദിസ് ലേൺഡ്. ദിസ് ഇൻഡിക്കേറ്റ്സ്. കോൺസ്റ്റന്റ് പ്രാക്ടീസ്, തുടർച്ചയായ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാ പറഞ്ഞേക്കുന്നത്? അഭ്യാസ നിയമമാണല്ലേ, അഭ്യാസ നിയമം. അതിൻ്റെ അകത്ത് പക്ഷെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ലോ ഓഫ് റെഡിനെസ് ആണോ, സന്നദ്ധത നിയമമാണോ? അല്ല. ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് യൂസ്, ലോ ഓഫ് എഫക്റ്റ്. ഇപ്പം ഇതിനകത്ത് 2 ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ലോ ഓഫ് എഫക്റ്റും ഉണ്ട്, ലോ ഓഫ് യൂസും ഉണ്ട്. 2-ൽ പറയുന്നത് എന്താണ്? തുടർച്ചയായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ഉള്ള ബന്ധം കൂടുമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം എന്താ പറയുന്നത്, നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എവിടെയാണ്? ലോ ഓഫ് യൂസിലാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ലോ ഓഫ് യൂസ് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തോണ്ടേക്കിൻ്റെ തിയറി എന്താണെന്ന് പറഞ്ഞു, 3 ലോയും സബോർഡിനേറ്റ് ലോസും ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. താങ്ക് യു.